എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ 10 ദിവസമായി തിരുവല്ല ഇളക്കി മറിച്ച, തിരുവല്ല ഒരു ഉത്സവ ലഹരിയിലേക്ക് ആറാടിച്ച തിരുവല്ല പുഷ്പമേളയുടെ വളരെ തിരക്ക് പിടിച്ച ചില കാഴ്ചകളാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ, അവസാനിക്കുവാൻ ബാക്കി നിൽക്കെ വളരെ ജനത്തിരക്കാണ് ഈ ഒരു തിരുവല്ല പുഷ്പമേളയിൽ അനുഭവപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കാഴ്ചകളും കാണുവാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു തിരക്ക്. പ്രത്യേകിച്ച് ഗ്ലോറിയ പെറ്റ്സ് ഷോപ്പ്, അവിടെ നമുക്ക് കാണാം. ആ പെറ്റ്സുകളെ നമുക്ക് തോളത്ത് വെച്ച്, പാമ്പും അണ്ണാനും ഒക്കെ, നമുക്ക് പ്രാവിനെയും തത്തയും ഒക്കെ തോളത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെയാണ് കൂടുതലും തിരക്ക് ഞാൻ കണ്ടത്. ബാക്കി ഉള്ളിടത്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള ഷോപ്പുകൾ, മറ്റുള്ള കാഴ്ചകൾ, ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന പല പുതിയ പുതിയ ഐറ്റംസ്, അതുപോലെ തന്നെ പുതിയ അറിവുകൾ നൽകുന്ന പല സ്റ്റാളുകൾ, ഇവിടെയെല്ലാം വലിയ ഒരു തിരക്കാണ്. അതിനപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രാം നടക്കുന്ന, മെഗാ ഷോകൾ നടക്കുന്ന സ്റ്റേജിന് മുമ്പിലുള്ള വലിയൊരു തിരക്ക്, വലിയ ജനക്കൂട്ടം. അതിനപ്പുറത്തോട്ട് പോയാൽ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ വലിയൊരു തിരക്ക്. അവിടെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. അതിന് മുമ്പേയുള്ള ദിവസങ്ങളൊക്കെ എത്ര വലിയ തിരക്ക്. എന്നാൽ ഈ ഒരു ദിവസങ്ങൾ കണ്ട ഒരു വലിയ അനുഭവപ്പെട്ട വലിയൊരു തിരക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാൻ മറന്നു പോകരുത്. ഈ ഒരു പുഷ്പമേളയിൽ വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവരോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ പങ്കുവയ്ക്കുക.